നമസ്കാരം. ശ്രീകൃഷ്ണൻ അങ്ങനെ ഉഗ്രസേനനെ വീണ്ടും മധുരയിലെ രാജാവായി വാഴിച്ചു. അപ്പോൾ പിന്നെ എല്ലാ പരിപാടികളും യജ്ഞം പങ്കെടുക്കാൻ വേണ്ടി വന്ന ആൾക്കാർ ഉണ്ടല്ലോ, വൃന്ദാവനത്തു നിന്ന് തന്നെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തിരിച്ചു പോകാൻ സമയമായി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നന്ദഗോപനെ യാത്രയാക്കാനുള്ള സമയമായി. അതുവരെ അദ്ദേഹം കൃഷ്ണൻ്റെ ആഗ്രഹപ്രകാരം മധുരയിൽ താമസിക്കുകയായിരുന്നു. നന്ദനന്ദനെ നന്ദഗോപൻ്റെ അടുത്ത് ചെന്ന് വണങ്ങി വിനീതഭാവത്തിൽ വിവർണവദനായിട്ട് നിവേദിക്കുകയാണ്. എന്താ ഈ വിവർണവദനായത്? അച്ഛൻ പോവുകയാണല്ലേ. ഇത്രയും കാലം സ്വന്തം പുത്രനാണെന്ന് കരുതി വളരെ കഷ്ടപ്പെട്ടാണ് അവർ കുട്ടിയെ വളർത്തിയത്. എന്ന് വെച്ചാൽ ചുറ്റും ശത്രുക്കളാണ്. കണ്ണൊന്നടഞ്ഞു പോയാൽ, ശ്രദ്ധയൊന്ന് തെറ്റിപ്പോയാൽ കുട്ടിയെ കൊല്ലും എന്ന് തോന്നുമാറ് ശത്രുക്കളായിരുന്നു. അവർക്കറിയില്ലല്ലോ, കൃഷ്ണനെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന സത്യം അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉള്ളിൽ തീ ആയിരുന്നു ആ അച്ഛനും അമ്മയ്ക്കും. അങ്ങനെ നോക്കിയുണ്ടാക്കിയ കുട്ടി. അപ്പോൾ ആ കുട്ടിയിൽ നിന്ന് ഇന്ന് അവരകന്നു പോവുകയാണ്. എന്തായാലും എല്ലാ ജന്മരഹസ്യവും നന്ദഗോപരെ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, അച്ഛാ, ഇത്രയും കാലം അച്ഛൻ ഇവിടെ താമസിച്ചതിനിടയ്ക്ക് എൻ്റെ ജന്മരഹസ്യം മുഴുവനും അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ പെറ്റ അമ്മയ്ക്കും ജനിപ്പിച്ച പിതാവിനും എന്നെ ഒരു നാഴിക പോലും വളർത്താനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ഇത്രയും നാൾ എൻ്റെ മാതാപിതാക്കളായി എന്നെ ലാളിച്ചു വളർത്തിയത് നിങ്ങളാണ്. എന്നെക്കൊണ്ടുള്ള ദുസ്സഹങ്ങളായ ഉപദ്രവങ്ങളും വികൃതികളും സർവ്വവും സഹിച്ചതും നിങ്ങളാണ്. എൻ്റെ അമ്മയ്ക്ക് എനിക്ക് വേണ്ടി ഒരിറ്റ് പാല് പോലും ചുരത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ വളർത്തമ്മയുടെ മുല കുടിച്ചാണ് ഞാൻ വളർന്നത്. സ്വന്തം പുത്രനാണെന്ന് കരുതി വളർത്തമ്മ എന്നെ വളർത്തി. സ്വന്തം അമ്മയാണെന്ന് ഞാനും കരുതി. അതുപോലെ അച്ഛനും. വിധി നേരെ മറിഞ്ഞു വീണു. ഇതിനെന്ത് പ്രതിഫലമാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഭക്തിപൂർവകമായ പ്രണാമം അതുമാത്രമാണ് അച്ഛനും അമ്മയ്ക്കും എനിക്ക് നൽകാനുള്ളത്. അമ്മയുടെ പവിത്രമായ പാദങ്ങളിലും ഞാൻ വിനീതമായി പ്രണമിച്ചതായിട്ട് അച്ഛൻ പറയണം. അപ്പോൾ യശോദ വന്നിട്ടില്ലല്ലോ. അപ്പോൾ യശോദയോട് ഇതൊക്കെ പറയണം എന്ന് പറയുക. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ചെറുശ്ശേരി ആയിക്കോട്ടെ, രാമപുരത്ത് വാര്യരായിക്കോട്ടെ, അങ്ങനെ പ്രാചീന കവികളിൽ ഒരുപാട് കവിതയുടെ സന്ദർഭമാക്കിയിട്ടുള്ള ഭാഗങ്ങളാണിതെല്ലാം. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഇതൊക്കെ പ്രത്യേകം കേൾക്കണം. ഈ പഠിക്കാൻ വേണ്ടി പാഠഭാഗം എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റോറി തിരഞ്ഞ് അപ്പോൾ പോയി സമയം കളയേണ്ടതില്ല. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞ് വളരേണ്ടതുമാണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വളരെ മനസ്സലിയിക്കുന്ന ഭാഗങ്ങളാണ്. അതൊക്കെ വളരെ ഹാർദവമായിട്ട് തന്നെ നിങ്ങൾ ഇതിനെ സമീപിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കൊച്ചു പൈതലായിരിക്കുന്ന കാലത്ത് ഓരോ ദുഷ്ടന്മാർ വന്ന് എന്നെ കൊല്ലാനൊരുങ്ങിയപ്പോൾ അച്ഛനും അമ്മയും തിന്ന തീയെ. കൃഷ്ണൻ തുടരുകയാണ് കേട്ടോ. അപ്പോൾ പറയുകയാണ്, അതിനെന്ത് പ്രതിഫലം തന്നാൽ മതിയാകും? ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് വരുന്നത് ശരിയല്ലെന്ന് അച്ഛൻ അറിയാലോ. ഞങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ സുഖമായിട്ട് അവിടെ പോയി താമസിക്കൂ. സർവ്വ വിവരങ്ങളും പറഞ്ഞ് അമ്മയെയും സമാധാനിപ്പിക്കണം. എൻ്റെ സഖികളായ ഗോപബാലന്മാരും ഗോപികമാരും എന്നെ ഓർത്ത് ദുഃഖിക്കരുതെന്ന് അച്ഛൻ പറയണം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒരുവിധം ശരിയാക്കിയിട്ട് ഞാൻ അവിടെ വന്ന് നിങ്ങളെ എല്ലാം കണ്ടുകൊള്ളാം. യശോദ നന്ദഗോപന്മാരുടെ ലാളനയും ഗോപികളുടെ സ്നേഹവും ഗോകുലത്തിലെ ജീവിതവും വൃന്ദാവനവും കാളിന്തിയും ഞാൻ മറക്കില്ല. ഞാൻ എന്നും യശോദ നന്ദഗോപന്മാരുടെ പുത്രൻ തന്നെയാണ്. ഞാൻ യാദവനാണെങ്കിലും ഗോപകുമാരനാണ്. ഗോകുലമാണ് എൻ്റെ ജന്മനാട്. ഇതൊന്നും എനിക്ക് മറക്കാൻ വയ്യ. എൻ്റെ മഞ്ഞ മുണ്ടുകളും കിങ്ങിണി, വള, നോപുരം തുടങ്ങിയ ആഭരണങ്ങളും കളിസാധനങ്ങളും വില്ലും കാലിക്കോലും എല്ലാം പ്രത്യേകം സൂക്ഷിച്ച് വെക്കണമെന്ന് അമ്മയോട് പറയണേ അച്ഛാ. ആരും എടുത്ത് കേടുവരുത്താൻ സമ്മതിക്കരുത്. പശുക്കളും ഗോപികളും എല്ലാം എൻ്റെ ഓടക്കുഴൽ വിളി കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഇനി എൻ്റെ വേണുനാഥം ആരും കേൾക്കില്ല. വൃന്ദാവനം വെടിഞ്ഞപ്പോൾ ഓടക്കുഴലും ഞാൻ കൈവെടിഞ്ഞു. എൻ്റെ കാര്യങ്ങൾ അമ്മയോട് പറയുമ്പോൾ അമ്മ കരയും. കരയാൻ അച്ഛൻ സമ്മതിക്കരുത്. എനിക്കുള്ള വെണ്ണയും പാലും അമ്മ ഇനി ആർക്ക് കൊടുക്കും? അതോർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നു അച്ഛാ. അച്ഛൻ സമാധാനത്തോടെ ഇപ്പോൾ പോകൂ. ഞാൻ അവിടെ വന്ന് എല്ലാവരെയും കണ്ട് സന്തോഷിപ്പിച്ചു കൊള്ളാം. ഒരു കാര്യം അച്ഛൻ അമ്മയോട് പ്രത്യേകം പറയണം.
അമ്മ തന്ന പാലും വെണ്ണയും ഇപ്പോഴും എൻ്റെ ഉദരത്തിലുണ്ടെന്ന്, എൻ്റെ വയറ്റിലുണ്ടെന്ന് അമ്മ അച്ഛനോട് പറയണം. ഞാനതൊരിക്കലും അമ്മ തന്ന വെണ്ണയുടെയും പാലിൻ്റെയും സ്നേഹം, രുചി ഒരിക്കലും ഞാൻ മറക്കില്ല. ഇങ്ങനെ അനുനയ വാക്കുകളൊക്കെ പറഞ്ഞ് അരവിന്ദനയനൻ ശ്രീകൃഷ്ണൻ നന്ദഗോപരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. രാമനും താതപാദങ്ങളിൽ, അച്ഛൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചു. നന്ദൻ 2 പേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. മൂർധാവുകളിൽ മാറി മാറി ചുംബിച്ചു. ചുടുബാഷ്പകണങ്ങൾ പൊഴിച്ചു. ആത്മാവിൻ്റെ ആത്മാവായി വളർത്തിയ ആത്മജനെ പിരിയാൻ പോകുന്ന ആ പിതാവിൻ്റെ ഹൃദയാർണവത്തിൽ, ഹൃദയമാകുന്ന കടലിൽ സങ്കീർണമായ എന്തെല്ലാം വികാര തരംഗങ്ങളാണ് അലതല്ലിയതെന്ന് പറയാനേ വയ്യ. 9.5 വർഷം അമ്പാടിയെയും ഗോകുലത്തെയും സ്വർഗമാക്കി ചമച്ചുകൊണ്ട് വിളയാടിയ ഓമനക്കണ്ണൻ പിരിയാണിപ്പോൾ അല്ലേ. ഓമനക്കണ്ണൻ്റെ കഥകൾ മുഴുവനും നന്ദഗോപരുടെ സ്മരണമണ്ഡലത്തിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ഓർമ്മ വന്നു. പൂതനയെ വധിച്ചതും ചാട് തകർത്തതും മരുതുമരങ്ങൾ വീഴിച്ചതും ഗോവർദ്ധനം പൊക്കിയതും എല്ലാം, കാളിയമർദ്ദനം, അങ്ങനെയെല്ലാം ഓർമ്മയിൽ ഇങ്ങനെ തിരമാല പോലെ ഒന്നിന് പിന്നാലെ ഇങ്ങനെ വേറൊന്നായിട്ട് വന്നു. പൂർണ്ണചന്ദ്രനെ കണ്ട് ഒരിക്കൽ പറഞ്ഞു, അച്ഛാ എനിക്ക് ആ സ്വർണ്ണപ്പഴം പറിച്ചു തരൂ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ആ ചന്ദ്രബിംബം തന്നെ തനിയെ താഴെ വന്ന് ആ കുഞ്ഞിക്കൈയിലിരുന്നത് നന്ദഗോപരെ ഇന്നലെ കണ്ടതുപോലെ ഓർത്തെടുക്കുകയാണ്. അങ്ങനെ പലതും പലതും ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു. ഓർമ്മിക്കാനുള്ളതല്ലേ ഉള്ളൂ, മറക്കാനൊന്നുമില്ല. ശ്രീകൃഷ്ണനുമായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ മറക്കാൻ ഒരു സംഭവവും ഇല്ല, എല്ലാം ഓർക്കാനുള്ളതേ ഉള്ളൂ. ഗദ്ഗതം കൊണ്ട് ആ പിതാവിന് ഒന്നും മിണ്ടാൻ വയ്യാതെയായി. മക്കളെ പലവരും ആലിംഗനം ചെയ്ത് വേണ്ട അനുഗ്രഹങ്ങളും നൽകി ആലോലമൊഴുകുന്ന കണ്ണുനീരോടുകൂടി ആ വൃദ്ധൻ മറ്റു ഗോപാല ബാലന്മാരും ഒരുമിച്ച് വണ്ടിയിൽ കയറി. ഗോകുലത്തിൽ നിന്നും വന്ന വണ്ടി നിറയെ പൊന്നും പണവും വസ്ത്രങ്ങളും ആഭരണങ്ങളും അച്ഛനെ അച്യുതൻ കൊടുത്തയച്ചു. കൂട്ടുകാരായ ഗോപബാലന്മാർക്കും തൃപ്തിയാഗോളം വസ്ത്രധനാദികൾ വസുദേവൻ നൽകി അവരെയും പ്രീതരാക്കി. ചാടുകൾ സാവധാനം നീങ്ങിത്തുടങ്ങി. ബാഷ്പാഭിഷിക്തമായ ഒരു സാലഭഞ്ചിക പോലെ നന്ദൻ ആ വണ്ടിയിലിരിക്കുകയാണ്. സങ്കടം കൊണ്ട് ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. കൃഷ്ണൻ പുറകെ വന്നു പറഞ്ഞു, അച്ഛാ, അമ്മയ്ക്കും ഗോപിമാർക്കും ഇഷ്ടമുള്ള വസ്ത്രാഭരണങ്ങൾ ഇതിൽ നിന്നും കൊടുക്കണേ. ഗോപന്മാർക്കും വേണ്ട ധനസഹായങ്ങൾ ചെയ്യണം. അതിനുള്ള വകകളെല്ലാം ഈ വണ്ടികളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ സ്മരണയ്ക്കായി ഞാൻ നൽകുന്ന സമ്മാനമാണെന്ന് അവരോട് പ്രത്യേകം പറയണം. അങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്ന കണ്ണുനീരോടും നിലയ്ക്കാത്ത നെടുവീർപ്പുകളോടും കൂടി നന്ദഗോപൻ യാത്ര തിരിച്ചു. അദ്ദേഹം ഇരുന്ന വണ്ടി നീങ്ങി തുടങ്ങി. ഗോപാല ബാലന്മാർ ചാടുകളിൽ ഇരുന്നു കൊണ്ട്, കൃഷ്ണ, ഞങ്ങൾ പോകട്ടെ, വേഗം വരണം, ഞങ്ങൾ നിന്നെ കാത്തിരിക്കും, നിന്നെ കൂടാതെ കാളന്തി തീരത്തിലേക്ക് ഞങ്ങൾ ഇനി പോകുകയില്ല, ഞങ്ങളെ നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇടറുന്ന സ്വരത്തിൽ അവർ വിളിച്ചു പറയുകയാണ് ഓരോന്ന്. വേർപാടിൻ്റെ വേദന നിറഞ്ഞ ഒരു വിലാപരംഗാണത്. ആകാശത്തു നിന്നും നാരദമുനി ആ വിയോഗം കണ്ട് എല്ലാം ചിന്മയൻ്റെ മായാലീലകൾ എന്ന് തന്നെത്താൻ മന്ത്രിക്കുകയാണ്. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കേട്ടോ. വസുദേവർ ഗുരുകുല സമ്പ്രദായത്തിലാണല്ലോ അന്ന് പഠനമൊക്കെ. അപ്പോൾ കുലഗുരുവായിട്ടുള്ള ഗർഗമുനിയെയും വേദിയരായ ബ്രാഹ്മണ സത്തന്മാരെയും വരുത്തി പുത്രന്മാരുടെ പൂണൂൽ മഹോത്സവം ഭംഗിയായിട്ട് നടത്തി. രോഹിണിയും അപ്പോൾ ഗോകുലത്തിൽ നിന്നും വന്ന് മധുരയിൽ വസുദേവ മന്ദിരത്തിൽ താമസാക്കിയിരുന്നു. കൃഷ്ണൻ ജനിച്ച അവസരത്തിൽ കാരാഗൃഹത്തിൽ വെച്ച് നേർന്ന വഴിപാടുകളും ദാനങ്ങളും വസുദേവർ ആ ഉപനയന കർമ്മങ്ങൾ കഴിഞ്ഞ ഉടനെ നടത്തി. ആ കടം തീർത്തു. ഉഗ്രസേനൻ്റെ മേൽനോട്ടത്തിലാണ് എല്ലാ കർമ്മങ്ങളും നടന്നത്. കുമാരന്മാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാലം ആയെന്ന് കണ്ട് വസുദേവർ അവരെ ഒരു സന്മുഹൂർത്തത്തിൽ വേദജ്ഞനും സർവവിജ്ഞാന പണ്ഡിതനുമായ സാന്ദീപിനി എന്ന മുനിപുങ്കവൻ്റെ ഗുരുകുല ആശ്രമത്തിൽ കൊണ്ട് ചെന്നാക്കി. അവന്തി രാജ്യത്തിലായിരുന്നു ആ ഗുരുകുല ആശ്രമം. വേദങ്ങൾ, വേദാന്തസാരങ്ങൾ, വിജ്ഞാനശാസ്ത്രങ്ങൾ, ധർമ്മസംഹിതകൾ, പുരാണോ ഇതിഹാസങ്ങൾ തുടങ്ങിയ ആധ്യാത്മിക ജ്ഞാനോപദേശങ്ങളും ധനുർവേദാദി സർവ ആയുധവിദ്യകളും
സൂതധർമ്മങ്ങളും ആചാര്യനായ മഹർഷി വര്യൻ സർവജ്ഞന്മാരായ വസുദേവാത്മജന്മാരെ പഠിപ്പിച്ചു. ബലരാമനെയും ശ്രീകൃഷ്ണനെയും ഇതെല്ലാം പഠിപ്പിച്ചു. 64 ദിവസം മാത്രമായിരുന്നു ആഗമക്കാതലായ കൃഷ്ണൻ്റെ ഗുരുകുല വാസക്കാലം. അത്രയും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇത്രയേറെ വിദ്യകൾ കൃഷ്ണൻ അഭ്യസിച്ചു എന്ന് പറഞ്ഞാൽ ലോകബോധ്യത്തിന് വേണ്ടിയിട്ട് സർവജ്ഞനായ അദ്ദേഹം ഗുരുകുലവാസം അനുഷ്ഠിച്ചു, വിദ്യ അഭ്യസിക്കുന്നതായി നടിച്ചു എന്നേ അർത്ഥമുള്ളൂ അല്ലേ? യഥാർത്ഥത്തിൽ സാന്ദീപിനിയിൽ നിന്നും ഭഗവാൻ പഠിച്ചത് സാങ്കോപാംഗമായ വേദമായിരുന്നു. അതും ആചാര്യന് വേണ്ടിയിട്ട് അദ്ദേഹം പഠിച്ചു എന്നേ ഉള്ളൂ. ഗുരുകുലവാസക്കാലത്ത് മുരളീധരൻ്റെ ഏറ്റവും സ്നേഹമേറിയ സതീർത്ഥ്യൻ കുചേലൻ എന്ന ഒരു സാധു ബ്രാഹ്മണകുമാരനായിരുന്നു. കേട്ടിട്ടുണ്ടാവുമല്ലേ എല്ലാവരും കുചേലനെക്കുറിച്ച്? രണ്ടുപേരും ഒന്നിച്ച് സദാ കൂട്ടുകാരായിട്ട് നടന്നിരുന്നു. സർവ ഐശ്വര്യ സമ്പൂർണനായ കൃഷ്ണനും പരമദരിദ്രനായ കുചേലനും. അപ്പോൾ ഇനി അങ്ങോട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം. അത് അടുത്ത ദിവസം ആവാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.